കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. വി.ഡി. സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. ചാലക്കുടിയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് UDF ഘടകകക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. 2006 മുതൽ 2011 വരെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബാങ്കിന്റെ വായ്പാ വിതരണം ഉൾപ്പെടെയുള്ളവയിൽ ഇടപെട്ടിട്ടില്ലെന്നും തങ്ങൾ കാരണം ബാങ്കിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നുമാണ് പ്രതികളുടെ വാദം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യം നിഷേധിച്ചത്. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന MV ജസ്റ്റിൻ, AR പീതാംബരൻ, TM പുഷ്പരാജൻ, PK കുമാരൻ, KK കൃഷ്ണൻ, KV ഷൺമുഖൻ, KA നകുലൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി തള്ളിയത്. തങ്ങളുടെ കാലയളവിൽ നിക്ഷേപകർക്ക് യാതൊരു സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടില്ല, നയപരമായ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ലെന്നും ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇവർക്ക് കേസിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. മീഡിയ ടൈം, കൊച്ചി. വി.ഡി. സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്നാണ് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞത്. വിദേശ പണം സംബന്ധിച്ച അന്വേഷണമാണ് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്, MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ഞാനതാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി ഇപ്പോൾ എല്ലാ കാലത്തും വരുന്നുണ്ടല്ലോ, നോട്ടീസ് വരും, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും, അതൊക്കെ വരുന്നുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല. വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കുന്നത് മാത്രമേ പറയാൻ മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഒരു വർഷം മുമ്പ് കൊടുത്ത ശുപാർശ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലനിൽക്കും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ചാലക്കുടിയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് ചാലക്കുടിയിലെ UDF ഘടകകക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UDFുമായി സഹകരിക്കില്ലെന്നും ഉചിതമായ സമയത്ത് ബദൽ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. UDFിലെ ഘടകകക്ഷികളെ ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് ചാലക്കുടിയിലെ UDF ഘടകകക്ഷി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാര്യത്തിൽ ഒരു വിവേചനം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ മുൻകാലങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഇവിടെ കോൺഗ്രസ് മാത്രമേ പോയിട്ടുള്ളൂ, അവർ കൂട്ടാക്കുന്ന പ്രശ്നം. ഇനി അഥവാ തന്നാൽ ഒരു പുണ്യാളിനെയോ ഒരു പുണ്യവതിനോ കൂടത്തിൽ ആ അത്ഭുതം പ്രവർത്തിക്കുന്നവരെ അതിജീവിച്ച് വേണം അതിലെ മുന്നണി സ്ഥാനാർത്ഥികളിലേക്ക് ഇനി. അപ്പം അങ്ങനെയുള്ള വലിയ കടുത്ത പരീക്ഷണത്തിലൂടെ ഇറക്കി വിടുന്ന ഒരു തന്ത്രം, അത് ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യകക്ഷി ഇത്തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണോ, അതിൻ്റെ രഹസ്യ അജണ്ട എന്താണെന്നൊന്നും നമുക്കറിയില്ല. UDF ചെയർമാൻ, കൺവീനർ, MLA, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവർക്ക് പോലും ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള അവഗണനയാണ്
സംസ്ഥാനത്ത് മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയില്ല. തൃശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടും ചാലക്കുടിയിൽ മാത്രം നീതി നിഷേധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവർ UDFന്റെ കെട്ടുറപ്പിനെ തകർക്കുകയാണ്. ഇപ്പോൾ UDFൽ ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കീഴ്വഴക്കമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നവരാകട്ടെ തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അധികാരം കൈയാളുന്നതിനും വേണ്ടി എല്ലാ കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയവരാണ്. 2020 ലീഗിന് നൽകിയ സീറ്റ് ഇത്തവണ നിഷേധിച്ച് പകരം സ്ഥാനാർത്ഥിയെ നിർത്തി. ഘടകകക്ഷികളോടുള്ള ശത്രുതാ മനോഭാവത്തിനെതിരെ പല മുന്നറിയിപ്പുകളും കാലാകാലങ്ങളിൽ നൽകിയിട്ടും UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃസ്ഥാനത്തിലുള്ളവർ ഉറക്കം നടിക്കുകയാണ്. ചാലക്കുടിയിൽ മുന്നണി മര്യാദ പാലിക്കപ്പെടണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ചാലക്കുടിയിലെ നേതാക്കൾ അത് നിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിന് UDF നേതൃത്വം ശ്രമിക്കാത്ത പക്ഷം പ്രതിഷേധ സൂചകമായി ഞങ്ങൾ ഇനി UDFുമായി സഹകരിക്കില്ലെന്നും ഉചിതമായ സമയത്ത് ബദൽ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അവർ അറിയിച്ചു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി, കേരള കോൺഗ്രസ് ജേക്കബ് ബ്ലോക്ക് പ്രസിഡന്റ് CB വട്ടലായി, ഫോർവേഡ് ബ്ലോക്ക് പ്രതിനിധി ഫ്രാൻസിസ് പിൻഹീറോ, RSP പ്രതിനിധി വർഗീസ് കണ്ടംകുളത്തി, CMP ഭാരവാഹി AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ ജില്ലയിലെ കള്ളുചെത്ത് വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് AITUC. വ്യാജ വിദേശ മദ്യ വിൽപ്പനയും വ്യാജ അരിഷ്ട വിൽപ്പനയും കള്ളുചെത്ത് വ്യവസായത്തെ വലിയ ഗുരുതരമായി ബാധിച്ചു. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തുകളയണമെന്ന് സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. കള്ളുചെത്ത് വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മാള ചാലക്കുടി റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC ആവശ്യപ്പെട്ടു. മാള റേഞ്ച്, ചാലക്കുടി റേഞ്ച് ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ കള്ളുചെത്ത് വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. വ്യാജ വിദേശ മദ്യ വിൽപ്പനയും വ്യാജ അരിഷ്ട വിൽപ്പനയും കള്ളുചെത്ത് വ്യവസായത്തെ വലിയ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കും കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നത് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായം തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ലൈസൻസുകൾ രേഖാമൂലം യൂണിയനുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂണിയനുകളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടിട്ടില്ല. വ്യാജ മദ്യ വിൽപ്പനയും കൂടാതെ ഷോപ്പുകളുടെ ദൂരപരിധി 400 മീറ്ററായി നിലനിൽക്കുന്നതിനാൽ ഷാപ്പുകൾ മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത് മനസ്സിലാക്കി ഷോപ്പ് ഉടമകൾ ഭീമമായ സംഖ്യയാണ് വാടക ഇനത്തിൽ വാങ്ങുന്നത്. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി എടുത്തുകളയണമെന്ന് നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. ഇന്നവരെ അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ദൂരപരിധി എടുത്തുകളയുകയും ജില്ലയിലെ കള്ളുചെത്ത് വ്യവസായം ടോഡി ബോർഡ് ഏറ്റെടുക്കുകയും വേണമെന്ന് മാള ചാലക്കുടി റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC വർക്കിംഗ് കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒന്ന് ഷാപ്പുകളുടെ ദൂരപരിധിയാണ്. നിലവിൽ ബാറുകൾക്ക് 50ഉം കള്ള് ഷാപ്പുകൾക്ക് 400 മീറ്ററാണ് ദൂരപരിധി. ഈ നിയമം നിലനിൽക്കുന്നതുകൊണ്ട് ഷാപ്പിൻ്റെ ഓണർമാർ പറയുന്ന വാടക കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഷാപ്പുകൾ മാറ്റി വയ്ക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വാടകകളാണ് അവർ ഈടാക്കുന്നത്. മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ കള്ള് ഷാപ്പുകൾക്ക് ഏറ്റവും ഭീഷണിയായിട്ടിരിക്കുന്നത് വ്യാജ അരിഷ്ടമാണ്. ഈ നാട്ടിൻപുറങ്ങളിൽ ഷാപ്പിൻ്റെ പരിസരത്ത് തന്നെ ഒട്ടനവധി വ്യാജ അരിഷ്ട കടകൾ നിർലോഭം പ്രവർത്തിക്കാൻ എക്സൈസ് അനുവാദം കൊടുത്തതിൻ്റെ ഫലമായിട്ട് എല്ലാ ഷാപ്പുകളുടെ മുന്നിലും ഈ അരിഷ്ട കടകൾ തുറന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം, സർക്കാരിൻ്റെ തന്നെ വിദേശ മദ്യം 180 ml കുപ്പി സർക്കാർ ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ മുഴുവനും അത് ആവശ്യാനുസരണം വാങ്ങി നാട്ടിൻപുറങ്ങളിൽ കൊണ്ട് ഷാപ്പ് പരിസരത്ത് വ്യാപകമായി വിൽപ്പനയും നടത്തുകയാണ്. ഇതിനെതിരെ എക്സൈസോ പോലീസോ മറ്റു ഒരു സംവിധാനം ഇത് പരിശോധിക്കാനോ ഇതിന് കർശനമായ നിയന്ത്രണമോ ഇല്ല. സർക്കാർ അതിന് മൗനാനുവാദം കൊടുത്തിരിക്കുന്നു. വിദേശമദ്യം യഥേഷ്ടം നാട്ടിൻപുറങ്ങളിൽ ആളുകൾ വാങ്ങി വിൽക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. മീഡിയ ടൈം, മാള. ചാലക്കുടി വാൽപ്പാറയിൽ നിന്നുള്ള അയ്യപ്പ സംഘം ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ശബരിമല ദർശനത്തിന് പുറപ്പെട്ടു. കഴിഞ്ഞ 80 വർഷമായി വാൽപ്പാറയിൽ നിന്നും ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്നുണ്ട്. 11 ദിവസം കൊണ്ട് ശബരിമലയിലെത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. വാൽപ്പാറ സ്വദേശി ഏഴിമലൈ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കാൽനടയായാണ് ശബരിമലയിലേക്ക് പോകുന്നത്. സംഘത്തിൽ 24 പേരുണ്ട്.
വാൽപ്പാറ ഗുരുസ്വാമി പരമ്പരയിലെ നാലാമനായ ഏഴിമലൈ ഇത് 63ാമത്തെ വർഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 80 വർഷമായി വാൽപ്പാറയിൽ നിന്നും ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്നുണ്ട്. പുതുവർഷ പുലരിയിൽ വാൽപ്പാറയിൽ നിന്നും പുറപ്പെട്ട കാൽനട സംഘം രാത്രി മലക്കപ്പാറ ക്ഷേത്രത്തിൽ തങ്ങി. പിറ്റേന്ന് യാത്ര ആരംഭിച്ച് അമ്പലപ്പാറയിലെത്തി. അഷ്ടമിച്ചിറ സ്വദേശികളുടെ നേതൃത്വത്തിൽ അയ്യപ്പന്മാർക്ക് ഭക്ഷണമൊരുക്കി. അടുത്ത ദിവസം വാച്ചുമരത്തും പിന്നീട് വടാട്ടുപാറയിലും തുടർന്ന് കോതമംഗലം വഴി ശബരിമലയിൽ എത്തിച്ചേരും. 11 ദിവസം കൊണ്ട് ശബരിമലയിൽ എത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദിവാസികൾ അടക്കമുള്ള അയ്യപ്പന്മാർ ഉൾപ്പെടുന്ന സംഘം വ്രതശുദ്ധിയോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയുമാണ് ശബരിമല ദർശനം നടത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷണർ VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. CPI കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കേഡർ ക്യാമ്പ് അഷ്ടമിച്ചിറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS സുനിൽകുമാർ. അതിനെതിരായി സുപ്രീം കോടതിയിലടക്കം നമ്മൾ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് SIR നടപ്പാക്കുമ്പോൾ SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് SIR നടപ്പാക്കുന്ന ഈ വേളയിൽ നമ്മൾ എങ്ങനെയാണ് SIR ഇടപെടേണ്ടത്, SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവും വിശദമായ ചർച്ച നടത്തിയ ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പാർട്ടി മണ്ഡല കമ്മിറ്റി സെക്രട്ടറിമാരെ ഓൺലൈൻ വഴി യോഗം വിളിച്ച് വിശദമായ റിപ്പോർട്ടിംഗ് നടത്തുകയും പാർട്ടി ഇതിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറിമാരോട് അറിയിക്കുകയും ചെയ്തത്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, KJ വത്സരാജ്, KV വസന്തകുമാർ, TK സുധീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുന്ന കമ്മീഷനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയതായി CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. CPI കയ്പമംഗലം നിയോജക മണ്ഡലം ഏകദിന കേഡർ ക്യാമ്പ് റിയാഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, KS ജയ, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, സാറ B ഉമർ തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ ജോസഫ് മേരി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജോസഫ് തട്ടകത്ത് അനുസ്മരണ സമ്മേളനവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു 10 വർഷങ്ങൾക്കപ്പുറം, 20 വർഷങ്ങൾക്കപ്പുറം, 50 വർഷങ്ങൾക്കപ്പുറം മാള എങ്ങനെയായിരിക്കണം എന്ന് ഇപ്പോഴേ ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനുണ്ടായിരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഇന്നിവിടെ നടന്നു കിട്ടിയത് എന്ന് നേരത്തെ ഷാൻഡി ചേട്ടൻ അവതരിപ്പിക്കുകയുണ്ടായി. ശരിക്കും അങ്ങനെയുള്ള വീക്ഷണമുള്ളവരാണ് നാടിന് ആവശ്യം. കാരണം ഇപ്പോൾ എങ്ങനെ നടന്നു പോകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അത് കൂടുതൽ പേർക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ഒരു 50 വർഷത്തിനും അപ്പുറം എങ്ങനെയാകണമെന്ന് ഇന്ന് പ്ലാൻ ചെയ്യാനും ആ പ്ലാൻ ചെയ്തത് നടപ്പിൽ വരുത്താൻ അതിനു വേണ്ടിയിട്ട് കഴിവും ഊർജവും സമ്പത്തും ഉപയോഗിക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുസ്മരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സിവിയർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അബ്ബാസ് മാള, KC വർഗീസ്, ഡേവിസ് പാറേക്കാട്, സിന്ധു പ്രേംലാൽ, അനീഷ ഷിജു എന്നിവർ സംസാരിച്ചു. CPMന്റെ അവസാനത്തെ ആരംഭം കുറിച്ചു കഴിഞ്ഞതായി BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നേതാവായിരുന്ന സത്യേഷിന്റെ ബലിദാന ദിനത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K സുരേന്ദ്രൻ. ഈ തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ CPMന്റെ പൊടി പോലും ഉണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരക പരിക്കേറ്റിട്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, AR ശ്രീകുമാർ, PS അനിൽകുമാർ, പ്രിൻസ് തലാശ്ശേരി, KR വിദ്യാസാഗർ, പ്രശാന്ത് ലാൽ, വിനീത ടിങ്കു, രശ്മി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.
മാള കോട്ടമുറി കോട്ടക്കൽ സെന്റ് തെരേസാസ് ദേവാലയത്തിലെ കപ്പേളയിൽ മോഷണം. നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്ന മോഷ്ടാക്കൾ പണം കവർന്നു. കപ്പേളയ്ക്കുള്ളിലെ 2 നേർച്ചപ്പെട്ടികളും സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നേർച്ചപ്പെട്ടിയും കുത്തിപ്പൊളിച്ചാണ് പണം കവർന്നിരിക്കുന്നത്. ഭണ്ഡാരം പൊളിക്കാൻ ഉപയോഗിച്ച കോടാലി സമീപത്ത് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തിങ്കളാഴ്ച പുലർച്ചെ ദേവാലയത്തിൽ എത്തിയ കപ്പിയാരാണ് മോഷണ വിവരം അറിഞ്ഞത്. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ ഈ വർഷത്തെ മാധ്യമ പുരസ്കാരം ഡിനോ കൈനാടത്തിന് സമ്മാനിച്ചു. സാംസ്കാരിക നിലയത്തിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മേരി തോമസ് പുരസ്കാരം നൽകി. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാതേലി അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, സാംസ്കാരിക നിലയം പ്രഥമ പ്രസിഡന്റ് ബൈജു കണ്ണൂക്കാടൻ, ആളൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ MC ഷാജു, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡെൻസി ഡെൻ പോൾ, മാള ബ്ലോക്ക് ടൗൺ സഹകരണ സംഘം പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത്, അതുൽ കെ, കൊരട്ടി പാതയം പ്രതിനിധി KN വേണു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് PK ശ്രീധരനും നൽകി. കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI കൊടകര മേഖലാ സെക്രട്ടറി PDN നെൽസൺ അധ്യക്ഷത വഹിച്ചു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, CPIM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, DYFI മറ്റത്തൂർ മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, നേതാക്കളായ PC ഉമേഷ്, PS പ്രശാന്ത്, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട SNDP ശാഖ കുടുംബാംഗങ്ങൾക്ക് പുല്ലൂറ്റ് സൗത്ത് ശാഖ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് C തിലകൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ PK രവീന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, ശാഖാ പരിധിയിൽ നിന്ന് വിജയിച്ച കമ്മിറ്റി അംഗം കവിത മധു, രേഷ്മ പ്രമോദ്, ചൈതന്യ ബിജു എന്നിവരെ യൂണിയൻ കൺവീനർ PK പ്രസന്നൻ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. 2006 മുതൽ 2011 വരെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന പ്രതികളാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. VD സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. CBI അന്വേഷണം ഞങ്ങൾ അവസാന വാക്കായി കാണുന്നില്ലെന്ന് MV ഗോവിന്ദൻ. ചാലക്കുടിയിൽ കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. കോൺഗ്രസിന്റെ മാടമ്പി മനോഭാവത്തിൽ അസംതൃപ്തരാണെന്ന് UDF ഘടകകക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.